ബി.ജെ.പിക്ക് സ്വാധീനമുള്ള ബി.ജെ.പി മുൻകാലങ്ങളിൽ വെറും 89 വോട്ടിന് തോറ്റിട്ടുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ വലിയ രീതിയിൽ തന്നെ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ വെട്ടിമാറ്റുന്നു. ബി.ജെ.പി വിജയത്തിന് വേണ്ടി ശ്രമിക്കുന്നുവെന്ന് അവിടുത്തെ എം.എൽ.എ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുകയാണ്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? പ്രത്യേകിച്ച് വിജയിക്കാൻ വേണ്ടി അങ്ങനെയുള്ള തന്ത്രങ്ങൾ മെനയുമോ കേരളത്തിൽ ബി.ജെ.പി? ഒരിക്കലുമില്ല. SIR നടപ്പിലാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അത് ചെയ്യുന്നത്. അത് BJP ആയിട്ട് എന്ത് ബന്ധമാണ്? ഇത് മീഡിയ ഒന്നും അവിടുത്തെ MLA അഷറഫുമായിട്ടുള്ള ഒരു അച്ചുതണ്ടാണ്. അവിടെ സുരേന്ദ്രൻ ജയിക്കുമെന്ന് അവർക്ക് തന്നെ മുസ്ലിം ലീഗിന് തന്നെ മനസ്സിലായി. ആ മണ്ഡലം മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒരു വികസനവും ഇല്ല. ഇത്രയും ഫണ്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് ഓരോ മണ്ഡലത്തിൽ കൊടുത്തിട്ടും ഒന്നും ചെയ്യാത്തൊരു MLA ആണ് ഈ അഷറഫ് എന്ന് പറയുന്ന MLA. അപ്പോൾ അദ്ദേഹത്തിന് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധമുണ്ട്. ചാനൽ ആരാണ്? എന്തെങ്കിലും സത്യം പറയുന്ന ഒരു ചാനലാണ് മീഡിയ വൺ പോലുള്ള ചാനലിലേ ഉള്ളൂ. ബാക്കി ഒരു ചാനലിലും ഇതില്ലല്ലോ. അപ്പം ഈ അവിടുത്തെ മുസ്ലിം ലീഗിന് ആ സീറ്റ് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ, സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ളൊരു ഒപ്പീനിയൻ പോൾ സർവേ സോഷ്യൽ മീഡിയകളും ചില പത്രങ്ങളും അവിടെ പ്രഖ്യാപിച്ചപ്പോൾ ഇവർ ഹാലിളവി. അപ്പം ഇവിടെ പച്ച സർക്കാർ വരണം, ഇവിടെ അവരുടെ നിയന്ത്രണം കിട്ടുമോ എന്നുള്ള ഒരു ഹാലിളക്കലാണ് അഷ്റഫിനെ പോലുള്ളവർ മീഡിയ ഓൺ ചാനലുകാർ പോയിപ്പോൾ പ്രസ്താവന SIR കൂടി മുസ്ലിം ഒരു മതവിഭാഗത്തിനെ മാത്രം വെട്ടിമാറ്റുന്നു. എന്തെങ്കിലും IAS ഉദ്യോഗസ്ഥരോ അവിടുത്തെ കളക്ടറോ ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്യുകയില്ല. ഇന്ന് പണ്ട് സുരേന്ദ്രൻ 89 വോട്ടിന് തോറ്റ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ അദ്ദേഹം കോടതിയിൽ ചില കള്ള വോട്ടുകൾ ധരിപ്പിച്ചിരുന്നു. അദ്ദേഹം അത് തെളിവ് സഹിതം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കള്ള വോട്ടുകളാണോ ഇപ്പോൾ വെട്ടിമാറ്റുന്നത്? അല്ല, അത് ഇവർക്കറിയാം. ഇവർ അവിടെ സ്ഥിരമായിട്ട് മുസ്ലിം ലീഗ് ജയിച്ചുകൊണ്ടിരുന്നത് ഒരു ബൂത്തിൽ ഒരു വോട്ട് ചെയ്തിട്ട് അടുത്ത ബൂത്തിൽ ആ സ്ഥാനാർത്ഥി ഇപ്പോൾ വേണം 7 വോട്ട് വരെ ചെയ്തെന്നുള്ളതിൻ്റെ തെളിവ് സുരേന്ദ്രൻ കോടതി കൊടുത്തിട്ടുണ്ട്. ഒരു വ്യക്തി അന്ന് ഈ മുസ്ലിം ലീഗിൻ്റെ MLAക്കോ പാർട്ടിക്കോ മീഡിയ ഓണിനോ ഇല്ലായിരുന്നു. അന്ന് മിക്ക മുസ്ലിം ലീഗ് നേതാക്കളും 6-7 വോട്ട് ആ മഞ്ചേശ്വര മണ്ഡലത്തിൽ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരട്ടി വോട്ടുകൾ 3-4 വോട്ട് ചെയ്തതിൻ്റെ ഇരട്ടി വോട്ടുകൾ ഉൾപ്പെടെ തെളിവ് കോടതിക്ക് സുരേന്ദ്രൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വിധി വന്നു. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ കള്ള വോട്ടിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ പുതിയ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്നുള്ള നിലയിൽ ഒരു ബൂത്തിനകത്ത്, ഒരു പഞ്ചായത്തിനകത്ത് മഞ്ചേശ്വരത്ത് ഒരാൾക്ക് ഒരു വോട്ടുണ്ടെങ്കിൽ ഒരു വോട്ട് അദ്ദേഹം ചെയ്താൽ മതി. 5 വോട്ട് ബാക്കി 5 സ്ഥലത്ത് ആയാൾക്കുണ്ടെങ്കിൽ 4 വോട്ട് SIRൻ്റെ പരിഷ്കരണത്തിൽ നമ്മൾ ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യുമ്പോൾ വെട്ടിമാറ്റും. ആ രീതിയിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സ്ട്രോങ് ആയി. ഇവിടുത്തെ ഇരട്ടി വോട്ടുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് SIR എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അത് BJPയുടെ RSSൻ്റെ ഉദ്യോഗസ്ഥരല്ല. കേരളത്തിലെ NGO യൂണിയൻ നേതാക്കളും അത് NGO യൂണിയൻ്റെ ഓഫീസർമാരും ഒക്കെയാണ് കൂടുതൽ. മലപ്പുറം സൈഡിൽ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെയാണ് ഇത് നിയോഗിച്ചിരിക്കുന്നത്. അത് BJP എങ്ങനെ വെട്ടിമാറ്റാൻ കഴിയും? ഒരു SIR ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെന്ന് BLO ബ്ലോക്ക് ലെവൽ ഉദ്യോഗസ്ഥരോട് ചെന്ന് പറയാണ് BLOയുടെ ആ വോട്ട് വെട്ടിമാറ്റണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുമോ? അവർ നിയമത്തിൻ്റെ ഇതിലല്ലേ പോവുള്ളൂ. അവിടെ ചെയ്തിട്ടുള്ളത് ശരിയാണ്. എനിക്ക് 5 വോട്ടുണ്ട്, ഞാൻ അബ്ദുൾ റഹ്മാൻ, ഇന്ന ബൂത്തിനകത്ത് എനിക്കൊരു വോട്ടുണ്ട്. തൊട്ടടുത്ത് 32-ാം ബൂത്തിൽ എനിക്ക് വീണ്ടും അബ്ദുൾ റഹ്മാൻ വോട്ടുണ്ട്. വേറൊരു ബൂത്തിനകത്ത് 40-ാം ബൂത്തിൽ അബ്ദുൾ റഹ്മാൻ വോട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അബ്ദുൾ റഷീദിൻ്റെ മകൻ അബ്ദുൾ റഹ്മാൻ്റെ വോട്ടുകൾ ഇരട്ടിപ്പുകൾ മാറ്റുന്നു. അങ്ങനെ വോട്ട് മാറ്റി ഇരട്ടിപ്പ് വോട്ടുകൾ നോക്കി വന്നപ്പോൾ 14,000 വോട്ടുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ തോറ്റത് 80-90 വോട്ടിനാണ്. അപ്പോൾ ഇത് കാലാകാലങ്ങളിൽ അവിടെ ജനാധിപത്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗാണ്. അതിന് വേണ്ട പിന്തുണകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അവിടെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇത്തരത്തിലുള്ള ഇരട്ടി വോട്ടുകൾ മാറ്റുക. ഒരു വ്യക്തി ജനാധിപത്യ പ്രക്രിയയിൽ അദ്ദേഹത്തിൻ്റെ കർത്തവ്യം വിനിയോഗിക്കുന്നത്, ജനാധിപത്യം വിനിയോഗിക്കുന്നത് ഒരിടത്ത് മതി. 2 മണ്ഡലത്തിൽ വേണ്ട, 3 ബൂത്തിൽ വേണ്ട, 4 പഞ്ചായത്തിൽ വേണ്ട. ഈ ഒരു നിലപാട് എടുത്തിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ്, നരേന്ദ്രമോദിയല്ല, കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരല്ല.
ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസർമാരാണ് ആ നിലപാടെടുത്തിട്ടുള്ളത്. അത് BJP ഇയാളെന്തൊരു കുറ്റം പറയുന്നു അഷ്റഫ് MLA. അപ്പോൾ അവിടെ ഇത്തരം വോട്ടുകൾ നീക്കം ചെയ്യുമ്പോൾ യഥാർത്ഥ വോട്ട് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജനാധിപത്യത്തിൽ വിജയിക്കും. അത് മുസ്ലിം ലീഗിന് മനസ്സിലായി. തിരുവനന്തപുരം ജില്ലയിലും പല കമ്മ്യൂണിസ്റ്റ് MLA-മാരും ജയിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ 5 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുമെന്ന് പറയുന്നത്. ഇരട്ടി വോട്ടുകളല്ല. ഞാൻ ആണ് ഒരിടതുപക്ഷ പ്രവർത്തകൻ. ഞാൻ എൻ്റെ സ്ഥലത്ത് വോട്ട് ചെയ്തിട്ട് അടുത്ത് നേരെ ഭാര്യ വീട്ടിൻ്റെ അടുത്ത് വോട്ട് ചേർത്തിട്ടുണ്ടായിരിക്കും, അവിടെ വോട്ട് ചെയ്യും. വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നെടുമങ്ങാട് സൈഡിൽ മരുമകൻ്റെ വീട്ടിൽ വോട്ട് ചേർത്തിട്ടുണ്ടായിരിക്കും, അവിടെയും ചെയ്യും. അപ്പം ഇങ്ങനെ കള്ള വോട്ടുകൾ പണ്ട് ബാലറ്റ് പേപ്പറുകളായിരുന്നപ്പോൾ നിരവധി കള്ള വോട്ടുകൾ. അതുകൊണ്ടാണ് ഇപ്പോഴേ കളറായിട്ടുള്ള ID കാർഡ് കൊടുത്തിട്ടുള്ളതും ആധാരം. ബാലറ്റ് പേപ്പറിൽ ഇലക്ഷൻ നടന്നപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് വിജയിച്ചു എന്നാണ് അവർ ഇപ്പോൾ പ്രചരണം നടത്തുന്നത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നല്ലോ. അത് ശ്രീജിത്ത്, ഇവിടെ ഈ ഇലക്ഷൻ പ്രക്രിയ കൊണ്ടുവന്നതാരാണ്? കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഇരുന്നപ്പോഴാണ്. രാജീവ് ഗാന്ധി ഇരുന്നപ്പോഴാണ് മെഷീൻ വഴി വോട്ടിന് വേണ്ടി കേരളത്തിലെ ഒരു മണ്ഡലമാണ് ഏതോ ഒരു മണ്ഡലമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ പറവൂരാണ് പരീക്ഷണം ചെയ്തത്. നരേന്ദ്രമോദി അല്ലല്ലോ. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് വോട്ടിംഗ് EVM മെഷീൻ കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ്. അത് കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്തത് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണ്. പിന്നെ നരേന്ദ്രമോദി ഇലക്ഷൻ കമ്മീഷൻ അന്ന് BJP എതിർത്തിരുന്നത്. BJP കാരണം കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചേർക്കാനെന്ന് പറഞ്ഞ് BJP സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. അവര് പെരീഷ് ശാസ്ത്രിയും ശ്രീമതി ഇന്ദിരാഗാന്ധിയും തമ്മിൽ കട്ടൗടക്കാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി അലഹബാദിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഗാന്ധി ജയിച്ചു എന്ന് പറഞ്ഞ് ജയപ്രകാശ് നാരായണൻ ജനതാ പാർട്ടിയുടെ ആൾ കേസ് കൊടുത്തതെന്താണ്? അവിടുത്തെ ജമീന്ദാർ ഗുണ്ടകളെല്ലാം വന്ന് ഠാക്കൂറുകാരന്മാർ വന്ന് പശുവും കന്നുമായിരുന്നു അന്ന്. ഇഷ്ടം പോലെ വോട്ട് ഇടിച്ച് ബാലറ്റ് പേപ്പർ അവിടെ ഊരിലെ നേതാവ് പറയണതിനപ്പുറം. അന്ന് BJP ഇല്ല. അന്ന് ജനസംഘത്തിൻ്റെ ജനതാ പാർട്ടിയായിരുന്നു. ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തോറ്റു, ശ്രീമതി ഗാന്ധി ജയിച്ചു. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള സമയം. സംഭവം എന്താണെന്ന് അവസാനം അലഹബാദ് കോടതിയിൽ ബാലറ്റ് പേപ്പർ എണ്ണിയപ്പം ഓരോ കോൺഗ്രസ്സുകാർ ഇഷ്ടം പോലെ ഗുണ്ട വോട്ട് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് പോയി ഇവരെ ഇലക്ഷൻ അസാധുവാക്കി. അത് ചെയ്തിട്ടുള്ള ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയെ എപ്പോഴും കത്തിവച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഗാന്ധി കർണാടകത്തിലൊക്കെ ബീഹാറിലൊക്കെ കണ്ടിട്ടില്ലേ, ലാലു വരും പാക്കം ചവച്ച്, കാലും വെച്ച് ഗുണ്ടകൾ വരും, ആരും വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, തോക്കം വെച്ചുകൊണ്ട് നിൽക്കും, പറന്ന് ബാലറ്റ് പേപ്പറിൽ ഇടിക്കും, സ്വസ്തി ചിഹ്നം ഇടിക്കും, അവർ ജയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ഒരാൾ ബീഹാറിൽ മുലായം സിംഗിൻ്റെ ഗുണ്ടകൾ ഉത്തർപ്രദേശിൽ ഗുണ്ടരാജായിരുന്നു. ഇന്ന് അതെല്ലാം മാറി ജനാധിപത്യത്തിൽ യോഗി ആദിത്യനാഥ് വന്നു, ഗുണ്ടകളെ ഒതുക്കുവാൻ ബുൾഡോസർ രാഷ്ട്രീയം കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് കാലാകാലങ്ങളിൽ ഇവിടുത്തെ ജനാധിപത്യത്തെ കടയ്ക്കൽ കത്തിവെച്ചത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മുസ്ലിം ലീഗുമാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് മലപ്പുറത്ത് നഷ്ടപ്പെടുമെന്ന് അവർക്ക് റിപ്പോർട്ടുണ്ട്. ഇനി അവർക്ക് 10, 8, 10 ആരെയും തിരിച്ചറിയാൻ ഒക്കില്ലല്ലോ. മലപ്പുറം അവിടെ ഇരിക്കുന്ന ഇൻ ഏജൻറ്റ് ഔട്ട് ഏജൻ്റ് എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അവർ നിശ്ചയിക്കും, നീ വന്ന് വോട്ട് ചെയ്തിട്ട് പോകും, എൻ്റെ പാർട്ടി വരും, അവരും വന്ന് വോട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇത് ഇലക്ഷൻ കാർഡും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ആയപ്പോൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ വോട്ടുണ്ട്, ഏതൊക്കെ ബൂത്തിൽ ഇരട്ടിപ്പുണ്ടെന്ന് പറഞ്ഞത് നരേന്ദ്രമോദി ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു. ഈ ഇരട്ടിപ്പ് നമ്മുടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടുകൂടി പുറത്തായി. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പുതിയ തന്ത്രം ഈ ഇലക്ഷൻ കാർഡിനെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം. അത് ചെയ്തത് നരേന്ദ്രമോദിയുടെ ഭരണപരിഷ്കാരങ്ങളിൽ ഒന്നാണ്. ഈ ഭരണപരിഷ്കാരം ചെയ്യുവാൻ ആവശ്യപ്പെട്ടതാരാണ്? TN ശേഷൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. കള്ള വോട്ട് തടയണമെങ്കിൽ മെഷീനിൽ ഉള്ള വോട്ട് വേണം. അതേസമയം അന്ന് മുതൽ ഇന്ന് വരെ ഈ 12 വർഷത്തിന് മുമ്പ് വരെ മൻമോഹൻ സിംഗ് ഇരുന്നപ്പം സ്ഥിരം കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ BJP തിരിച്ച് അട്ടിമറി എന്ന് പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ എന്താണ്? കോൺഗ്രസ് ജയിക്കുന്നിടത്ത് കേരളത്തിൽ ബാക്കി എല്ലായിടവും അട്ടിമറിയാണ്. വയനാട്ടിൽ രാഹുൽ ജയിച്ചു, BJPക്ക് തിരിച്ചു പറഞ്ഞൂടെ അട്ടിമറി കൊണ്ടാണ് അവിടെ രാഹുലിൻ്റെ സഹോദരി പ്രിയങ്ക ജയിച്ചതെന്ന്. അപ്പോൾ ആ രീതിയിലുള്ള നുണപ്രചരണങ്ങൾ ഇനിയുള്ള AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഈ യുഗത്തിൽ
നിർമ്മിത ബുദ്ധിയായിട്ട് വരുന്ന ഈ സമയത്ത് വിലപ്പോവില്ല. ഇപ്പം രാഹുൽ പറയണത് എന്താണ്, ഇലക്ഷൻ കമ്മീഷനിൽ വോട്ടിംഗ് മെഷീൻ വേണ്ട, പഴയ പേപ്പർ മതി, വോട്ടിട്ടാൽ മതിയെന്ന്. ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛനും ഒക്കെ കൊണ്ടുവന്നത്, മാമന്മാരും കൊണ്ടുവന്ന ഈ പരിഷ്കാരം അവർ തന്നെ വേണ്ടെന്ന് പറയുന്നു. ഇവർ കൊണ്ടുവന്നു, നരേന്ദ്രമോദി അതൊന്ന് ജനകീയമാക്കുന്നതേ ഉള്ളൂ. അതിന് ചുമ്മാ ജനാധിപത്യത്തെയോ ഉദ്യോഗസ്ഥന്മാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.